ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന് ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന് ബാറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ബാറ്ററി ബാക്കപ്പ് ഇല്ല, ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നു, അതുപോലെ ഫോൺ ഹാങ്ങിങ് ആകുന്നു, അതേപോലെ തന്നെ ഫോൺ റീസ്റ്റാർട്ടിങ് പ്രോബ്ലംസ് വരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫോൺ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററി ടെർമിനലിൻ്റെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുക. ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള ബാറ്ററി ടെർമിനലിൻ്റെ അവിടെ ചെക്ക് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാറ്ററി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണ് ബാറ്ററി റിമൂവബിൾ ബാറ്ററി ആണെങ്കിൽ, ബാറ്ററി റിമൂവ് ചെയ്യുന്ന ടൈപ്പാണ് നിങ്ങളുടെ ഫോണെങ്കിൽ, നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് കവർ ഇളക്കിയതിന് ശേഷം ബാറ്ററി റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 2-3 പിന്നുകൾ, ചില ഫോണുകളിൽ 4 പിന്ന് കാണും, ചില ഫോണുകളിൽ 3 പിന്ന് കാണും. അപ്പോൾ നമുക്ക് വേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് പിന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കാണാൻ സാധിക്കും. അത് വെച്ച് നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഏതാണ് ആ പിന്ന് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നോൺ റിമൂവബിൾ ബാറ്ററിയുള്ള ഫോണാണ് എങ്കിൽ അത് ഷോപ്പിൽ കൊടുത്ത് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ടെർമിനലും നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ടെർമിനലുമാണ്. അത് ഏതാണ് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യേണ്ടത്. മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലേക്ക് ഇടുക. അപ്പോൾ ബീപ്പ് മോഡിൽ ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഈ ബീപ്പ് മോഡിലിട്ട് നിങ്ങളുടെ മൾട്ടിമീറ്റർ 2 പിന്നുകൾ തമ്മിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് കണ്ടിന്യൂറ്റി മോഡിലാണ് അല്ലെങ്കിൽ ബീപ്പ് മോഡിലാണെന്ന് മനസ്സിലാക്കാം. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ 2 ടെർമിനലും പോസിറ്റീവ് നെഗറ്റീവിലും നിങ്ങളുടെ മൾട്ടിമീറ്ററിൻ്റെ 2 നോബ് വെച്ച് നോക്കുക. 2 നോബ് വയ്ക്കുമ്പോഴത്തേക്കും ഒരു വാല്യൂ നിങ്ങൾക്ക് അവിടെ തെളിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 2 വാല്യൂയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു വാല്യൂയും, നമ്മൾ മൾട്ടിമീറ്റർ നോബ് തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഒരു 1 വാല്യൂ എന്ന് പറഞ്ഞത് ഇതേപോലെ 1 വാല്യൂ എന്ന് പറയുന്നത് ഒരു വാല്യൂ കാണത്തില്ല. അതായത് 1 സൈഡ് വാല്യൂ നമ്മൾ നേരത്തെ വെച്ചപ്പോഴത്തേക്കും നമ്മൾ നേരെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, ഇതേപോലെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നോബ് 2 സൈഡിലും മാറ്റി ഫിറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 1 എന്നാണ് ഒരു വാല്യൂ. അതായത് 1 സൈഡിൽ ഒരു വാല്യൂയും രണ്ടാമത്തെ സൈഡിൽ നോ വാല്യൂയും ആണെങ്കിൽ ഫോൺ ഷോർട്ട് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ 2 സൈഡ് വയ്ക്കുമ്പോഴത്തേക്കും 2 സൈഡും വാല്യൂ കാണിക്കുകയാണെങ്കിൽ, 2 സൈഡ് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും 2 സൈഡിലും ഒരേപോലെ വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹാഫ് ഷോർട്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ചിലപ്പോൾ നമ്മൾ നമ്മൾ നോബിൽ 2 വയ്ക്കുമ്പോഴത്തേക്കും ഇതേപോലെ ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ, ഇതേപോലെ നമ്മൾ 2 നോബിലും ഇതേപോലെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ഫോൺ ഫുള്ളായിട്ട് ഷോർട്ടാണ്, ഫോൺ ഫുൾ ഷോർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഫോൺ ഫുൾ ഷോർട്ടാണെങ്കിൽ ഇതേപോലെ ബീപ്പ് സൗണ്ട് കേൾക്കും. ഈ 2 നോബിലും വയ്ക്കുമ്പോഴത്തേക്കും ബീപ്പ് സൗണ്ട് കേൾക്കും. അങ്ങനെ ബീപ്പ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഫോൺ ഫുൾ ഷോർട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫോണിൽ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.